Hello everyone, welcome to IGNOU Learning and our IGNOU BS Psychology Exam Marathon Series. IGNOU BS Psychology Exam Marathon Series in part 2 ലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി പേപ്പറിൻ്റെ തന്നെ ബ്ലോക്ക് 2നെ കുറിച്ചാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബ്ലോക്ക് 1 ആണ് ഫിനിഷ് ചെയ്തത്. നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് എല്ലാ ബ്ലോക്കിൽ നിന്നും ഇനിയും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താണ് മാരത്തോൺ സീരീസ് എന്ന് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ക്വിക്കായിട്ടൊന്ന് പറഞ്ഞുതരാം. മാരത്തോൺ സീരീസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് IGNOU BS സൈക്കോളജി പേപ്പറാണ്. അതിലെ ഫസ്റ്റ് ഇയറിലെ 4 പേപ്പേഴ്സ്, ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി, ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ ബയോ സൈക്കോളജി, 2 സെമസ്റ്ററായിട്ടുള്ള 4 പേപ്പേഴ്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അതിൽ ഓരോ ബ്ലോക്കുകളും ഓരോ യൂണിറ്റുകളും അനലൈസ് ചെയ്തിട്ട് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ആൻസർ ക്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. എനിവേ, ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആസ് ഐ സെഡ് ഏർലിയർ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന പേപ്പറിലെ ബ്ലോക്ക് 2 ആണ്. ബ്ലോക്ക് 2-ൽ നമ്മൾ പഠിക്കുന്നത് പെർസെപ്ഷനെ കുറിച്ചാണ്. എന്താണ് പെർസെപ്ഷൻ? നമ്മളുടെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സെൻസേഷൻ ആണ് പെർസെപ്ഷൻ എന്നാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്, ഒരേ സമയം തന്നെ കേൾക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആ ഒരു ഇൻ്റർപ്രിട്ടേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ പെർസെപ്ഷൻ നടക്കുന്നതുകൊണ്ടാണ്. നമ്മളെ സെൻസറി ഓർഗൻസിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻസും അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ ഇൻഫർമേഷൻസ് ഒക്കെ അതെന്താണ്, ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ആരുടെ ശബ്ദമാണ്, എന്തിൻ്റെ ശബ്ദമാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആ ഒരു പെർസെപ്ഷൻ പ്രോസസ്സാണ്. അപ്പോൾ ഈ പെർസെപ്ഷനെ കുറിച്ചും പെർസെപ്ഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ പ്രിൻസിപ്പിൾസിനെ കുറിച്ചും, ഡെപ്ത് പെർസെപ്ഷൻ, മൂവ്മെൻറ്റ് പെർസെപ്ഷൻ, സൈസ് പെർസെപ്ഷൻ, അതുപോലെ തന്നെ പെർസെപ്ച്വൽ കോൺസ്റ്റൻസീസ്, ഡിഫറൻറ്റ് ലോസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് 2-ൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബ്ലോക്ക് 2 പഠിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഹി വിൽ ബി റിയലി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് പെർസെപ്ഷൻ ഈസ്. പെർസെപ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഹ്യൂമൻ പെർസെപ്ഷന് ഹ്യൂമൻ ബീങ്സിൻ്റെ ലൈഫിലുള്ള ഒരു മേജർ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ബ്ലോക്ക് 2 പഠിച്ചു കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിന് മനസ്സിലാവും എന്നുള്ളതാണ്. എന്ത് തന്നെയായാലും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് ഗസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ അഥവാ ഗസ്റ്റാൾട്ട് ലോസ് ഓഫ് പെർസെപ്ഷൻ എന്നും പറയപ്പെടുന്ന നമ്മുടെ ഗസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് മോണോക്കുലർ ക്യൂസ് ആൻഡ് ബൈനോക്കുലർ ക്യൂസ്. എന്തുതന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ്, റൈറ്റ് എ നോട്ട് ഓൺ എനി ഓഫ് ദ 3 ഗസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ. ഗസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പോർഷൻ നിങ്ങളുടെ ബ്ലോക്ക് 2-ൽ ഉണ്ട്. അതിൽ ഒരുപാട് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് മേ ബി 2-3 പ്രിൻസിപ്പിൾസ് എഴുതാൻ വേണ്ടി ആവാം. പക്ഷേ 10 മാർക്സിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കംപ്ലീറ്റ് പ്രിൻസിപ്പിൾസ് നിങ്ങൾ എഴുതേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിക്കുന്ന സമയത്ത് അതിൽ എത്ര രീതിയിൽ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ആൻസർ എത്ര വേർഡ്സിലാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നോക്കണം. ആ വേർഡ്സ് ഒരുപാട് അങ്ങ് എക്സീഡ് ചെയ്യാതെയും കുറയാതെയും നോക്കണം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ സ്ട്രക്ചർ എപ്പോഴും നിങ്ങൾ സെയിം തന്നെ കീപ്പ് ചെയ്യുക. ആദ്യം ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്, പിന്നെ മെയിൻ ബോഡി പാരഗ്രാഫ് ആൻഡ് ഫിനിഷിംഗ് എന്നുള്ള രീതിയിൽ, ടൈൽ എൻഡ് എന്നുള്ള രീതിയിൽ ഒരു കൺക്ലൂഡിംഗ് പാരഗ്രാഫ്. ഈ ഒരു ബേസിക് സ്ട്രക്ചർ എപ്പോഴും നിങ്ങൾ 10 മാർക്സിൻ്റെയും 6 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റിന് കീപ്പ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. ഇറ്റ്സ് അൺഅവോയ്ഡബിൾ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കുറയും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ലെസൺ 6-ലാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ പോർഷൻ ഗസ്റ്റാൾട്ട് ലോസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തത്. അപ്പം ലെസൺ 6 എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. നിങ്ങൾ ഓൾറെഡി നോട്ട് എഴുതിയിട്ടില്ലെങ്കിൽ ഐ എം ടോക്കിംഗ് ടു ഹൈക്കോ സ്റ്റുഡൻസ്. അപ്പം നിങ്ങളുടെ നോട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഞാനെന്തായാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വളരെ ഫാസ്റ്റായിട്ടൊന്ന് പറഞ്ഞു പോവാം. ലെസൺ 6-ൻ്റെ വാല്യൂ ആഡഡ് നോട്ട്സാണ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഗസ്റ്റാൾട്ട് ലോസ് ഓഫ് പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് കുറേ ലോസ് ഉണ്ട്. അത് ബേസിക്കലി പറയുന്നത് നമ്മുടെ ബ്രെയിൻ, ഹ്യൂമൻ ബ്രെയിൻ എന്താണ്, കാര്യങ്ങൾ ഒരൊറ്റ സിംഗിൾ സ്ട്രക്ചറായിട്ട് കാണാനാണ് ഇഷ്ടം. അതുപോലെ തന്നെ എന്താണ്, ചെറിയ പാർട്ടായിട്ട് പെർസീവ് ചെയ്യുന്നതിനെ കാണാം. കാര്യങ്ങളൊക്കെ ഹോളായിട്ട് ഒരു കംപ്ലീറ്റ് സ്ട്രക്ചറായിട്ട് കാണാനാണ്, പെർസീവ് ചെയ്യാനാണ് ബ്രെയിൻ്റെ ടെൻഡൻസി എന്നാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജി അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് ലോസ് ഓഫ് പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ പറയുന്നത്. അങ്ങനെയുള്ള കുറച്ച് പെർസെപ്ഷൻ റിലേറ്റഡ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് ഈ ഒരു ഗസ്റ്റാൾട്ട് ലോസ് ഓഫ് പെർസെപ്ച്വൽ ഓർഗനൈസേഷനിൽ ഡിസ്കസ് ചെയ്യാം. അതിലൊന്നാമത്തേതാണ് പ്രോക്സിമിറ്റി. നിങ്ങൾ ഈ ഇമേജിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ഈ ഡോട്ടുകളെ 3 ഗ്രൂപ്പുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പെർസീവ് ചെയ്യുന്നത് അല്ലേ. ഒന്നാമത്തെ ഗ്രൂപ്പ് ഓഫ് ഡോട്ട്സ്, രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് ഡോട്ട്സ് ആൻഡ് മൂന്നാമത്തെ ഗ്രൂപ്പ് ഓഫ് ഡോട്ട്സ്. അപ്പോൾ എങ്ങനെയാണ് ഒരുപോലെയുള്ള ഈ സംഭവത്തിന് നമ്മൾ 3 ഗ്രൂപ്പായിട്ട് പെർസീവ് ചെയ്യുന്നത്? അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണമാണ് ഗസ്റ്റാൾട്ട് ലോസ് ഓഫ് പെർസെപ്ഷനിൽ പെട്ടിട്ടുള്ള ലോ ഓഫ് പ്രോക്സിമിറ്റി പറയുന്നത്. ലോ ഓഫ് പ്രോക്സിമിറ്റി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ക്ലോസർ ആയിട്ടുള്ള അഥവാ അടുത്തടുത്ത് നിൽക്കുന്ന കാര്യങ്ങളെ ഓരോ ഗ്രൂപ്പുകളായിട്ട്
പെർസീവ് ചെയ്യാനുള്ള ഹ്യൂമൻ ബ്രെയിനിൻ്റെ ടെൻഡൻസിയെക്കുറിച്ചാണ്. ഇൻ ഓർഡർ ടു പെർസീവ് സ്റ്റിമുലൈ മീനിങ് സ്റ്റിമുലൈ ദാറ്റ് ആർ ക്ലോസർ ടു ഈച്ച് അതർ ആർ പെർസീവ്ഡ് ബൈ ആസ് ബിലോങ്ങിങ് ടു വൺ ഗ്രൂപ്പ്. അഥവാ അടുത്തടുത്ത് നിൽക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ ഒരുപാട് ആളുകളെ ഒരുമിച്ച് നിർത്തിയിട്ട് അവരെ നിങ്ങൾ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേ പെർസെപ്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുക. അടുത്തടുത്ത് നിൽക്കുന്ന ആൾക്കാരെ ഓരോ ഗ്രൂപ്പായിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, പെർസീവ് ചെയ്യുക. അപ്പോൾ അതാണ് പ്രോക്സിമിറ്റി. എത്രത്തോളം അടുത്താണോ, അപ്പം ആളുകൾ ആണെങ്കിലും ഒബ്ജക്ട്സ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അടുത്തടുത്ത് നിൽക്കുന്ന ഒബ്ജക്റ്റുകളെ ആളുകളെ നമ്മൾ ഓരോ ഗ്രൂപ്പുകളായിട്ടാണ് എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അടുത്തതാണ് ലോ ഓഫ് സിമിലാരിറ്റി എന്നുള്ളത്. ഇവിടെ 2 ഷേപ്പുകളുണ്ട്, സർക്കിൾ ഉണ്ട്, അതുപോലെ തന്നെ റെക്റ്റാങ്കിൾ ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ നോക്കുന്ന സമയത്ത് ഓരോ സർക്കിൾസുള്ള ലൈനുകളും നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പായിട്ടാണ് കാണാൻ വേണ്ടി പറ്റുക. സർക്കിൾസ് ഒക്കെ ഒരു ഗ്രൂപ്പും റെക്റ്റാങ്കിൾസ് ഒക്കെ അനദർ ഗ്രൂപ്പുമായിട്ടാണ് നിങ്ങൾ പെർസീവ് ചെയ്യുക. അപ്പോൾ അതാണ് സിമിലാരിറ്റി എന്നുള്ളത്. സിമിലർ ടു ഈച്ച് അതർ ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ. അഥവാ ഒരുപോലെയുള്ള കാര്യങ്ങളെ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യുന്നു, പെർസീവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ സർക്കിൾസിനൊക്കെ നമ്മൾ ഒറ്റ ഗ്രൂപ്പായിട്ടും പെർസീവ് ചെയ്യും ഒറ്റ നോട്ടത്തിൽ. പിന്നെ റെക്റ്റാങ്കിൾസിന് മറ്റൊരു ഗ്രൂപ്പായിട്ടും പെർസീവ് ചെയ്യും. പിന്നെയാണ് ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്നുള്ളത്. ഈ ഇമേജിൽ തന്നെ ഉണ്ട് എന്താണ് കണ്ടിന്യൂറ്റി എന്നുള്ളത്. ഏതെങ്കിലും രീതിയിലുള്ള ഇൻട്രപ്ഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ പോലും ആ ഇൻട്രപ്ഷൻസിനെ വഴിവെക്കാതെ ഒരു ഇമേജിനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹോൾ ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമേജ് ആയിട്ട് പെർസീവ് ചെയ്യാനുള്ള നമ്മളുടെ ടെൻഡൻസിയാണ് ലോ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പോൾ ഈ ഇമേജിൽ ഒരു കീ മറ്റൊരു കീയെ ഓവർലാപ്പ് ചെയ്താണ് നിൽക്കുന്നത്. അഥവാ അതിൻ്റെ അടിയിൽ താഴെ ഭാഗത്ത് ഉള്ള കീ എന്ന് നമ്മൾ പെർസീവ് ചെയ്യുന്ന കാര്യത്തിൻ്റെ ലൈനുകൾ സെൻറ്ററിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിർത്തപ്പെടുന്നുണ്ട്. പിന്നീട് ഒരു ഗ്യാപ്പിന് ശേഷമാണ് തുടരുന്നത്. പക്ഷെ നമ്മൾ 2 കീസും വ്യത്യസ്തമായിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത്, പെർസീവ് ചെയ്യുന്ന സമയത്ത് രണ്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള കീസ് ആയിട്ട് യാതൊരുവിധ ഇൻട്രപ്ഷനും ഇല്ലാത്ത 2 ഡിഫറെൻറ്റ് താക്കോലുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പെർസീവ് ചെയ്യുന്നത്. അതാണ് കണ്ടിന്യൂറ്റി എന്നുള്ളത്. ടെൻഡൻസി ടു പെർസീവ് ഫിഗേഴ്സ് ഇൻ കണ്ടിന്യൂഷൻ റാദർ ദാൻ ഇൻ പാർട്സ് എന്നുള്ളതാണ്. പിന്നെയാണ് ലോ ഓഫ് ക്ലോഷർ. അഥവാ ഇത് നിങ്ങൾ എന്തായിട്ടാണ് പെർസീവ് ചെയ്യുന്നത്, തീർച്ചയായിട്ടും നിങ്ങളൊരു റെക്റ്റാങ്കിൾ, കംപ്ലീറ്റ് റെക്റ്റാങ്കിൾ ആയിട്ടാണ് നിങ്ങൾ പെർസീവ് ചെയ്യുക. കാരണം നമ്മുടെ ബ്രെയിനിൻ്റെ ടെൻഡൻസിയാണ് എന്തിനുള്ള ടെൻഡൻസി, ഗ്യാപ്പുകൾ ക്ലോസ് ചെയ്തുകൊണ്ട് കാര്യങ്ങളെ ഒറ്റയായിട്ട് ഒരു കംപ്ലീറ്റ് സ്ട്രക്ചറായിട്ട് പെർസീവ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. അതാണ് ലോ ഓഫ് ക്ലോഷർ എന്നുള്ളത്. ക്ലോസ്ഡ് ഷേപ്പുകളെ, മിസ്സിംഗ് പാർട്ടുകളെയൊക്കെ ഫില്ല് ചെയ്യുകയാണ് നമ്മളെ മൈൻഡ് ഇവിടെ ചെയ്യുന്നത്. പിന്നെയാണ് ലോ ഓഫ് കോമൺ ഫേറ്റ് എന്നുള്ളത്. ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന കാര്യങ്ങളെ ഓരോ ഗ്രൂപ്പുകളായിട്ട് പെർസീവ് ചെയ്യാനുള്ള നമ്മളുടെ ടെൻഡൻസിയാണ് കോമൺ ഫേറ്റ് അല്ലെങ്കിൽ ലോ ഓഫ് കോമൺ ഫേറ്റ് എന്നുള്ളത്. പിന്നെയാണ് ലോ ഓഫ് പ്രാഗ്നാൻസ് അല്ലെങ്കിൽ ഗുഡ് ഫിഗർ എന്നൊക്കെ വിളിക്കുന്നത്. ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഇമേജുകളെ പോലും നമ്മളുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നു, വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പെർസീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നാണ്. കാരണം സിമ്പിൾ ആൻഡ് സ്റ്റേബിൾ ഷേപ്പിലാണ് ബ്രെയിനിന് കാര്യങ്ങളെ പെർസീവ് ചെയ്യാൻ ഇഷ്ടം. ബ്രെയിൻ എന്ത് ചെയ്യുന്നു, വളരെ കോംപ്ലക്സ് ഇമേജുകളെ പോലും അതിൻ്റെ ഡിഫറെൻറ്റ് പ്രോസസ്സുകളിലൂടെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മളുടെ പെർസെപ്ഷനിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയൊക്കെയാണ് പെർസെപ്ച്വൽ ലോസ് ഓഫ് ഓർഗനൈസേഷൻ ഉള്ളത്. അപ്പം മറന്നു പോരുത്, പ്രാഗ്നാൻസ്, കോമൺ ഫേറ്റ്, ക്ലോഷർ, കണ്ടിന്യൂറ്റി, സിമിലാരിറ്റി ആൻഡ് പ്രോക്സിമിറ്റി, ഇത്രയും പെർസെപ്ച്വൽ ലോസ് നിങ്ങൾ നിർബന്ധമായും പഠിക്കുക. അപ്പം ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ച പോലെ 3 മാത്രമാണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ 3 മാത്രം എഴുതാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 എഴുതാം. പ്രോക്സിമിറ്റി എഴുതാം, വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കണ്ടിന്യൂറ്റി എഴുതാം. ദെൻ യു ക്യാൻ ജസ്റ്റ് റൈറ്റ് അബൌട്ട് പ്രാഗ്നാൻസ്. നിങ്ങൾക്ക് ഏത് 3 കുറിച്ചും എഴുതാം. ഇനിയിപ്പോൾ 2 ചോദിച്ചു വെച്ചാൽ 2 ചോദിക്കുന്നതിനനുസരിച്ച് എഴുതാം. ഇനിയിപ്പോൾ കംപ്ലീറ്റ് ലോസ് ഓഫ് പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ ആണ് ചോദിച്ചതെങ്കിൽ ഇത് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, എഴുതേണ്ടി വരും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇമേജസ് നോക്കി തന്നെ മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ എനിവേ ഡോണ്ട് ലൂസ് മാർക്സ് ഓൺ ദിസ്. നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ആർ ദ മേജർ മോണോക്കുലർ ക്യൂസ്. നിങ്ങളുടെ ഡെപ്ത് പെർസെപ്ഷൻ എന്ന് പറയുന്ന പോർഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മോണോക്കുലർ ക്യൂസിനെ കുറിച്ചും ബൈനോക്കുലർ ക്യൂസിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മോണോക്കുലർ ക്യൂസ് തന്നെയാണ്. കാരണം അറൗണ്ട് 5 to 6 മോണോക്കുലർ ക്യൂസിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് മോണോക്കുലർ ക്യൂസ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. മേജർ മോണോക്കുലർ ക്യൂസ്, മേജർ എന്ന് പറയുന്ന ടേം അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും യു ഡോണ്ട് ഹാവ് ടു മൈൻഡ് അറ്റ് ഓൾ. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ആകെ 6 ടൈപ്സ് ഓഫ് മോണോക്കുലർ ക്യൂസിനെ കുറിച്ച് പറയുന്നുള്ളൂ. അത് മൊത്തം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, സോ എന്തൊക്കെയാണ് മോണോക്കുലർ ക്യൂസ്? അതിന് നിങ്ങൾ ഫസ്റ്റ് ഇൻട്രഡക്ടറി പാരഗ്രാഫിൽ ഡെപ്ത് പെർസെപ്ഷനെ നിർബന്ധമായിട്ടൊന്ന് ഡിഫൈൻ ചെയ്യണം. നമുക്ക് എങ്ങനെയാണ് ഡെപ്ത്, അതുപോലെ തന്നെ ഡിസ്റ്റൻസ്, ഇതൊക്കെ പെർസീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്നും ഏതൊക്കെ രീതിയിലുള്ള പ്രോസസ്സുകളാണ് ആ ഒരു പെർസെപ്ച്വൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻട്രഡക്ടറി പാരഗ്രാഫിൽ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ലെസൺ 8 മോണോക്കുലർ ക്യൂസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ലെസൺ 8 വാല്യൂ ആഡഡ് നോട്ട്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് കാണാൻ വേണ്ടി പറ്റും. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, കുറച്ച് മോണോക്കുലർ ക്യൂസിനെ കുറിച്ച് പറയാം. ബൈനോക്കുലർ ക്യൂസിൻ്റെ വീഡിയോയുടെ ചെറിയൊരു ബിറ്റ് ഇവിടെ ഷെയർ ചെയ്യുകയും ചെയ്യാം. ഫസ്റ്റ് മോണോക്കുലർ ക്യൂസ് ആണ്. അതിലെ ആദ്യം മോണോക്കുലർ ക്യൂസ് ഓഫ് ഡെപ്ത് പെർസെപ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. അതായത് ഒരു 1 ഐയിൽ നിന്നും കിട്ടുന്ന സിഗ്നൽസിൻ്റെ ബേസിൽ നമ്മൾക്ക് എങ്ങനെയൊക്കെ ഡിസ്റ്റൻസിനെയും ഡെപ്തിനെയും പെർസീവ് ചെയ്യാൻ വേണ്ടി പറ്റും
എന്നുള്ളതാണ് മോണോക്കുലർ ക്യൂസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന ഈ ക്യൂസ് നമുക്ക് പെർസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കണ്ണുകളിൽ നിന്നുമുള്ള സിഗ്നൽസ് ബ്രെയിനിലേക്ക് എത്തേണ്ടതില്ല. ഒരു കണ്ണിൽ നിന്ന് ഉള്ള മോണോക്കുലാർ ആൻഡ് ബൈനോക്കുലാർ. മോണോക്കുലാർ എന്ന് പറഞ്ഞാൽ സിംഗുലാർ എന്നുള്ളതാണ്, സിംഗിൾ ഐ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഹ്യൂമൻ ബീങ്സിൻ്റെ വിഷൻ ബൈനോക്കുലർ വിഷനാണ് നമുക്കറിയാം. അതായത് 2 കണ്ണിൻ്റെയും ഇൻഫർമേഷൻസ് ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മളെ ബ്രെയിന് ഒരു സിംഗിൾ വിഷനായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വിഷൻ നൽകുന്നത് എന്ന് നമുക്ക് ഓൾറെഡി അറിയായിരിക്കാം. നമ്മൾ 10ാം ക്ലാസ്സിലെ ബയോളജികൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ മോണോക്കുലർ ക്യൂസ് ഓഫ് ഡെപ്ത് പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഐയിൽ നിന്നും കിട്ടുന്ന സിഗ്നൽസിൻ്റെ ബേസിൽ നമ്മളുടെ ബ്രെയിനിന് ഏതൊക്കെ രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഏതൊക്കെ രീതിയിലാണ് ഡെപ്ത് പെർസീവ് ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേതാണ് റിലേറ്റീവ് സൈസ് എന്നുള്ളത്. റിലേറ്റീവ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഒബ്ജക്ട്സ് ഏകദേശം ഒരുപോലെ അല്ലെങ്കിൽ ഒരേ സൈസിലുള്ള 2 ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റുകളിൽ നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ലാർജിലായിട്ട് പെർസീവ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരേപോലത്തെ ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അഥവാ ഐഫിൽ ടവറിനേക്കാളും വലുതായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പെർസീവ് ചെയ്യുന്നത്. നമുക്കറിയാം ഐഫിൽ ടവർ അയാളേക്കാൾ എത്രയോ വലുതാണെന്നുള്ളത്. പക്ഷേ അയാളാണ് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളുമായിട്ട് ആ ഒരു ഫോട്ടോഗ്രാഫറുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, അല്ലേ? അപ്പം ഒരേ സൈസിലുള്ളതോ സിമിലർ സൈസിലുള്ളതോ ഡിഫറെൻറ്റ് സൈസസിലുള്ളതോ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഉണ്ടാവുന്ന സമയത്ത് അങ്ങനെയുള്ള പ്രിമൈസുകളിൽ നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്താണോ, ഒബ്ജക്റ്റ് ഏതാണോ, ആ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ലാർജറായിട്ട് പെർസീവ് ചെയ്യുക എന്നുള്ളതാണ് റിലേറ്റീവ് സൈസ് എന്ന് പറയുന്ന മോണോക്കുലർ ക്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഒബ്ജക്റ്റ് വിച്ച് ഈസ് ക്ലോസർ ഈസ് പെർസീവ്ഡ് ആസ് ലാർജർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ടെക്സ്ചർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കോംപ്ലക്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ കളേഴ്സ് ഉണ്ട്, ബ്രൈറ്റ്നെസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ദ ടെക്സ്ചർ ഓഫ് ഒബ്ജക്ട്സ്, നിങ്ങൾ ഇമേജിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ റോസസ് ഓർ സം സോർട്ട് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഫ്ലവേഴ്സിൽ നിങ്ങളുമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഫ്ലവേഴ്സിൻ്റെ കളറ്, അതുപോലെ തന്നെ അതിൻ്റെ ഷേപ്പൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതാണ് ടെക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെക്സ്ചർ എന്ത് ചെയ്യുന്നു, നമ്മളിൽ നിന്നും എത്രത്തോളം ദൂരത്താണോ ഒബ്ജക്ട്സ് നിൽക്കുന്നത് ആ ദൂരം കൂടുന്നതിനനുസരിച്ച് ആ ടെക്സ്ചർ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ടെക്സ്ചർ ഗ്രേഡിയൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഈ ഇമേജിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള പുഷ്പങ്ങളെ, ഫ്ലവേഴ്സിനെ പെർസീവ് ചെയ്യാൻ പറ്റുന്ന അത്ര ക്ലാരിറ്റിയിൽ നമുക്ക് പിന്നിൽ നിൽക്കുന്ന ഫ്ലവേഴ്സിനെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പെർസീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ് ടെക്സ്ചർ ഗ്രേഡിയൻറ്റ്. പിന്നെയാണ് ലൈനിയർ പെർസ്പെക്റ്റീവ് എന്നുള്ളത്. ലൈനിയർ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ട്രെയിറ്റ് ലൈനുകൾ, സെയിം ഡിസ്റ്റൻസ് തമ്മിലുള്ള 2 സ്ട്രെയിറ്റ് ലൈനുകൾ നേരെ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് അത് കൺവേർജ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും എന്നുള്ളതാണ് ലൈനിയർ പെർസ്പെക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. റെയിൽവേ പാളങ്ങൾ കണ്ട ആളുകൾക്കറിയാം, അത് നേരെയാണ് പോകുന്നതെങ്കിലും ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ട് അത് കൂട്ടിമുട്ടുന്നു എന്നുള്ളൊരു തോന്നൽ നമ്മളുടെ പെർസെപ്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെയാണ് ഏരിയൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു എയറിൽ നോക്കുന്ന, അല്ലെങ്കിൽ പ്രകൃതിയുടെ ചുറ്റും നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത്, ദൂരത്തേക്കൊക്കെ നോക്കുന്ന സമയത്ത് ഹെയ്സ്, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള പാർട്ടിക്കിൾസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊടിയൊക്കെ ഉള്ള ഡസ്റ്റ്, അങ്ങനെയുള്ള കുറേ പാർട്ടിക്കിൾസ് ഉണ്ടാവുമല്ലോ. ആ പാർട്ടിക്കിൾസിൻ്റെ പ്രസൻസ് കൊണ്ട് നമുക്ക് ദൂരെയുള്ള ഒബ്ജക്ട്സ് വളരെ ഹെയ്സി ആയിട്ട് മങ്ങുന്ന രീതിയിൽ കാണാൻ, പെർസീവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടെന്നാണ് ഏരിയൽ പെർസ്പെക്റ്റീവ് പറയുന്നത്. പിന്നെയാണ് അക്കമഡേഷൻ എന്നുള്ളത്. ശ്രദ്ധിച്ച് കേൾക്കുക. അക്കമഡേഷൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ലെൻസസ് ബിക്കം തിക്കർ വെൻ ആൻ ഒബ്ജക്റ്റ് ലൈസ് ക്ലോസർ ടു ഐസ്. അഥവാ നമ്മളുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മളുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ കണ്ണിൻ്റെ ലെൻസുകൾ തിക്നെസ് കൂടി വരുമെന്നാണ്. അതുപോലെ തന്നെ നേരെ മറിച്ചും സംഭവിക്കാം. അഥവാ ഒരു ഒബ്ജക്റ്റ് എത്രത്തോളം ഡിസ്റ്റൻസിലാണോ നമ്മളുമായിട്ടുള്ളത് അത്രത്തോളം തിന്നായിട്ടായിരിക്കും നമ്മളുടെ ലെൻസസ് ഉണ്ടാവുക എന്നുള്ളതാണ് അക്കമഡേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെയാണ് ഇന്റർപൊസിഷൻ എന്ന് പറയുന്ന അവസാനത്തെ മോണോക്കുലർ ക്യൂ ഉള്ളത്. ഇത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വെൻ 2 ഒബ്ജക്ട്സ് ആർ ഓവർലാപ്ഡ്, 2 ഒബ്ജക്റ്റുകൾ ഓവർലാപ്പ് ചെയ്യപ്പെടുമ്പോൾ, ഓവർലാപ്പ് ചെയ്യപ്പെട്ട ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൽ ഗ്രീൻ റെക്റ്റങ്കിളും ഉണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് റെക്റ്റങ്കിളും ഉണ്ട്, അല്ലേ? അപ്പോൾ അതിൽ ബ്ലാക്ക് റെക്റ്റങ്കിൾ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഓവർലാപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ചെയ്തത് ഗ്രീൻ റെക്റ്റങ്കിൾ ആണ്. അപ്പോൾ ഈ ചെയ്യപ്പെട്ട ബ്ലാക്ക്
റെക്റ്റാങ്കിളിനെ ആയിരിക്കും നമ്മൾ ഗ്രീൻ റെക്റ്റാങ്കിളിനേക്കാളും ഡിസ്റ്റൻസിൽ ഫർദർ അവേ ആയിട്ട് എന്ത് ചെയ്യുന്നത് പെർസീവ് ചെയ്യുന്നത് എന്നുള്ളത്. അതാണ് ഇൻ്റർപൊസിഷൻ. എന്താണോ ഓവർലാപ്പ് ചെയ്യുന്നത് അത് ക്ലോസ് ആയിട്ടും ചെയ്യപ്പെട്ട ഒബ്ജക്റ്റ് ലോങ്ങർ ആയിട്ടും നമ്മളിൽ നിന്ന് ദൂരത്തിലായിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുക പെർസീവ് ചെയ്യുക എന്നുള്ളതാണ് ഇൻ്റർപൊസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് 6 ഡിഫറെൻറ്റ് മോണോക്കുലർ ക്യൂസ് എന്ന് പറയുന്നത്. ഇനി ഉള്ളത് ബൈനോക്കുലർ ക്യൂസ് ഓഫ് ഡെപ്ത് പെർസെപ്ഷൻ ആണ്. അതിൻ്റെ വീഡിയോയുടെ ബിറ്റിലേക്ക് നമുക്ക് കടക്കാം. ബൈനോക്കുലർ ക്യൂ എന്ന് പറയുമ്പോൾ 2 കണ്ണുകൾ കൊണ്ട് നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്ന ഡെപ്തിനെ കുറിച്ചും ഡിസ്റ്റൻസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്ന ഒരു പോർഷൻ ആണ്. 2 ഐസിലൂടെയും നമ്മൾ പെർസീവ് ചെയ്യുന്ന ക്യൂസിനെ കുറിച്ചാണ് ബൈനോക്കുലർ ക്യൂവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇത് മോണോക്കുലർ ക്യൂസിന്റെ അത്രയൊന്നുമില്ല. പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബൈനോക്കുലർ ക്യൂസ് എന്താണ്? മോണോക്കുലർ ക്യൂസിനേക്കാളും വളരെ പവർഫുൾ ആണ്. അതിന് പ്രധാന കാരണം ഇതിൽ 2 കണ്ണുകളിൽ നിന്നും നമ്മൾ റിസീവ് ചെയ്യുന്ന ഇൻഫർമേഷൻസും ഡെപ്തും ഡിസ്റ്റൻസും ഒക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എനിക്ക് ബൈനോക്കുലർ ക്യൂവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മളുടെ വലത് കണ്ണുകൊണ്ട് കാണുന്ന ഇമേജും ഇടത് കണ്ണുകൊണ്ട് കാണുന്ന ഇമേജും ഒരേതാണോ എന്നാണ് ചോദിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ഫോൺ എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് എൻ്റെ വലത് കണ്ണുകൊണ്ട് മാത്രം, ഇടത് കണ്ണ് അടച്ചിട്ട് വലത് കണ്ണുകൊണ്ട് മാത്രം നോക്കുന്ന സമയത്ത് കാണുന്ന ഇമേജ് തന്നെയാണോ ഞാൻ എൻ്റെ ഇടത് കണ്ണുകൊണ്ട് മാത്രം നോക്കുമ്പോൾ കാണുക എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ നിങ്ങൾ ആൻസർ എന്ത് തന്നെയായാലും ശരിക്കും അതിൽ ഡിഫറൻസസ് ഉണ്ട് എന്നുള്ളതാണ് സത്യം. നിങ്ങളിത് പല കാര്യങ്ങളും നിങ്ങളൊരു പക്ഷേ ഓൾറെഡി ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നും വരാം. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളുടെ വലത് കണ്ണുകൊണ്ട് അല്ലെങ്കിൽ ഒരൊറ്റ കണ്ണുകൊണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത്, അതായത് വലത് കണ്ണുകൊണ്ടാണ് നോക്കുന്നതെങ്കിൽ ആ കാണുന്ന ഇമേജും നിങ്ങൾ ഇടത് കണ്ണുകൊണ്ട് അതേ കാര്യത്തിന് നോക്കുമ്പോൾ കാണുന്ന ഇമേജും തമ്മിൽ സ്ലൈറ്റ് ആയിട്ടുള്ള, അതായത് ചെറിയ രീതിയിലുള്ള ഡിഫറൻസസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്ലൈറ്റ് ഡിഫറൻസിനെ കുറിച്ചാണ് റെറ്റിനൽ ഡിസ്പാരിറ്റി എന്ന് പറയുന്ന ബൈനോക്കുലർ ക്യൂ പറയുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്ത ഇമേജ് നിങ്ങൾ നോക്കൂ. ഒരു ലെഫ്റ്റ് ഐ കൊണ്ട് നോക്കുമ്പോഴും റൈറ്റ് ഐ കൊണ്ട് നോക്കുമ്പോഴും നിങ്ങൾ നോക്കുന്ന കാര്യത്തിൽ ഉണ്ടാകുന്ന ഇമേജസിൽ സ്ലൈറ്റ് ആയിട്ടുള്ള ഡിഫറൻസസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് വാട്ട് റെറ്റിനൽ ഡിസ്പാരിറ്റി ഈസ്. ഇനി അടുത്ത ബൈനോക്കുലർ ക്യൂ ആണ് കൺവേർജൻസ് എന്ന് പറയുന്നത്. കൺവേർജൻസ് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഐസ് എന്ത് ചെയ്യുന്നു, വൈഡ് ആയിട്ടാണ് ഉണ്ടാവുക എന്നും, നമ്മൾ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ഐസ് അടുത്തായിട്ട് ഇങ്ങനെ കൺവേർജ് ചെയ്തായിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഉണ്ടാവുക എന്നുള്ളതുമാണ് ഈ ഒരു കൺവേർജൻസ് എന്ന് പറയുന്ന ബൈനോക്കുലർ ക്യൂവിന്റെ പ്രധാന ചർച്ചാ വിഷയം. അപ്പോൾ എനിവേ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നമ്മൾ അടുത്ത ബ്ലോക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യുന്നതാണ്, ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ ഇതുകൊണ്ട് വലിയ കാര്യമില്ല, കാരണം നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ എനിവേ അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ഗുഡ് ബൈ. താങ്ക് യു ഫോർ ലിസണിങ്.